ഓം ശാന്തി. ഇന്ന് ബാബ്ദാദയുടെ അവ്യക്തമധുര മഹാവാക്യങ്ങളാണ്. ബാബ തപസ്യയെക്കുറിച്ചാണല്ലോ നമുക്ക് ഓരോ സൺഡേയും അവ്യക്ത മഹാവാക്യത്തിൽ മധുര ശിക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ബാബ തപസ്യയുടെ പുതിയ പരിഭാഷ പറയുകയാണ്. ബാബ പറയുന്നത് തപസ്വി പവിത്രതയുടെ റോയൽറ്റിയും പേഴ്സണാലിറ്റിയും ഉള്ളവരാണ്. പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റി, പവിത്രതയായിരിക്കും അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്ന ബാബ. അവരുടെ റോയൽറ്റിയെക്കുറിച്ചും ബാബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് പവിത്രതയുടെ പേഴ്സണാലിറ്റി? ആരെ തപസ്വി എന്ന് പറയാം, അതും ബാബ പറയുന്നുണ്ട്. 4:12-90 सफल तपस्वी अर्थात प्यूरिटी की पर्सनालिटी और रॉयल्टी वाले. സഫല തപസ്വി അർത്ഥം പവിത്രതയുടെ വ്യക്തിത്വവും റോയൽറ്റി രാജകീയതയും ഉള്ളവർ. आज चारों ओर के तपस्वी बच्चों की याद बाप दादा के पास पहुंच रहे हैं. ഇന്ന് നാനാഭാഗത്തുമുള്ള തപസ്വി കുട്ടികളുടെ ഓർമ്മ ബാബ് ദാദയ്ക്ക് വരികയായിരുന്നു. ആരെ ബാബ ഓർമ്മിച്ചത്? തപസ്വികളെ. कोई साकार में सन्मुख याद का रिटर्न मिलन मना रहा है. ചില കുട്ടികൾ സന്മുഖത്ത് ബാബയുടെ മുന്നിലിരുന്ന് ബാബയുടെ സ്നേഹത്തിന് പകരമായി സന്മുഖത്തെത്തിയിരിക്കുന്നു. ചില കുട്ടികൾ സൂക്ഷ്മത്തിൽ ഭഗവാനോടൊരു സ്നേഹം ബാബ പറയുന്നത് അതിൻ്റെ തെളിവാണ് കുട്ടികൾ ഓടി ഓടി ബാബയുടെ മുന്നിലെത്തുന്നത്. ചില കുട്ടികൾ ദൂരത്തിരുന്നുകൊണ്ട് അവ്യക്ത രൂപത്തിൽ ബാബയെ ഓർമ്മിക്കുകയും ബാബയുമായുള്ള കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ബാബ് ദാദയ്ക്ക് ബാബ പറയുന്ന രണ്ട് തരത്തിലുള്ള കുട്ടികളെയും ഭഗവാൻ മുന്നിൽ കാണുന്നുണ്ട്. സന്മുഖത്ത് വന്നവരെയും ദൂരെ ഇരുന്നുകൊണ്ടും ബാബ പറഞ്ഞ സൂക്ഷ്മത്തിലാണെങ്കിലും മനസ്സുകൊണ്ട് ബാബയുടെ മുന്നിൽ എത്തുന്നവരെ. आज अमृत वेले बाप दादा बच्चों की तपस्या का प्रत्यक्ष स्वरूप देख रहे थे. ഇന്ന് അമൃതവേളയിലെ ബാപ് ദാദ കുട്ടികളുടെ തപസ്യയുടെ പ്രത്യക്ഷ രൂപം കാണുകയായിരുന്നു. ഹരേക് ബച്ച അപ്നി പുരുഷാരത് പ്രമാൺ തപസ്യ കർ രഹേ ഹെ. മക്കൾ ഓരോരുത്തരും അവരവരുടെ പുരുഷാർത്ഥമനുസരിച്ച് തപസ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യവുമുണ്ട് മക്കൾക്ക്, ലക്ഷ്യമുണ്ട്, ഉന്മേഷവുമുണ്ട് കുട്ടികൾക്ക്. തപസ്വികളാണ് എല്ലാവരും. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷത തന്നെ തപസ്യയാണ്. എന്താ ബ്രാഹ്മണൻ? അരബ്രാഹ്മണൻ? ബാബ പറയുന്ന ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷതയാണ് അവർ തപസ്വികളായിരിക്കും. ഇനി എന്താ തപസ്യ പറയണ ബാബ? അര തപസ്വി ഏകക്കെ ലഗൻമേ മഗൻ രഹന. ഒരു ബാബയുടെ ഓർമ്മയിൽ സ്നേഹത്തോടെ മുഴുകി, ഇഷ്ടത്തോടെ മുഴുകിയിരിക്കുക. അവരുടെ പേരാണ് തപസ്യ. ഉള്ളുകൊണ്ടുള്ള പ്രേമത്തോടെ ഒരു പ്രഭു പിതാവിൻ്റെ ഓർമ്മയിൽ മുഴുകി ജീവിക്കുന്നവരെ എന്താ പറയാ? തപസ്വി. സഫല തപസ്വികൾ. ഇപ്രകാരം സഫലമായ തപസ്വി ജീവിതം ജീവിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറച്ചേ ഉള്ളൂ. സഫല തപസ്വികൾ വളരെ കുറച്ചേ ഉള്ളൂ. പുരുഷാർത്ഥി തപസ്യകൾ ധാരാളമുണ്ട്. പുരുഷാർത്ഥികൾ ധാരാളമുണ്ട്. പക്ഷെ ബാബനെ പുരുഷാർത്ഥത്തിൽ സഫലത നേടിയവർ ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ മുഴുകി, ഇഷ്ടത്തോടെ ബാബയുടെ ഓർമ്മയിൽ സ്നേഹത്തിൽ മുഴുകി ജീവിക്കുക എന്ന സഫലത നേടിയ കുട്ടികൾ കുറച്ച് പേരേ ഉള്ളൂ. സഫൽ തപസ്വി की निशानी उनकी सूरत और सीरत में. ഇനി ബാബ പറയാ ആരാ സഫല തപസ്വി? അവരുടെ രൂപത്തിലും ഭാവത്തിലും പവിത്രതയുടെ വ്യക്തിത്വവും പവിത്രതയുടെ രാജകീയതയും റോയൽറ്റിയും സദാ സ്പഷ്ടമായി അനുഭവമാക്കുക. ആരാ തപസ്വി? സഫല തപസ്വി
പവിത്രതയുടെ, അവരുടെ രൂപത്തിലും ഭാവത്തിലും, പുറമേയും അകത്തും പവിത്രതയുടെ വ്യക്തിത്വവും പവിത്രതയുടെ റോയൽറ്റിയും സദാ സ്പഷ്ടമായി അനുഭവമാക്കാം. തപസ്യ കാ അർത്ഥ ഹി ഹേ, തപസ്യയുടെ അർത്ഥം തന്നെ മനസ്സ വാച കർമ്മണ, സംബന്ധ സമ്പർക്കത്തിൽ പവിത്ര. തപസ്യയുടെ അർത്ഥം ഇനി ബാബ അടുത്ത മഹാവാക്യം പറയാണ്. തപസ്യയുടെ അർത്ഥം തന്നെ മനസ്സ വാച കർമ്മണ, സംബന്ധത്തിലും സമ്പർക്കത്തിലും അപവിത്രതയുടെ അംശം പോലും ഇല്ലാതിരിക്കുക. അവരെ എന്ത് പറയുള്ളൂ? സഫല തപസ്യ. അപവിത്രതയുടെ അംശം പോലും മനസ്സില്, വാക്കില്, പ്രവൃത്തിയില്, സംബന്ധ സമ്പർക്കം എന്ന് പറഞ്ഞ ഇടപഴകലുകൾ, അശുദ്ധിയുടെ പേരും അടയാളമോ പോലും സമാപ്തം. ജബ് അപവിത്രത സമാപ്ത് ഹോ ജാത്തി ഹെ, അപവിത്രത ഇല്ലാതായാൽ ബാബ പറയുന്നേ ഇതിനെയാണ് സമ്പന്ന സ്ഥിതി എന്ന് പറയുന്നത്, നിറഞ്ഞ അവസ്ഥ. അപവിത്രത പൂർണ്ണമായി പോയ എന്ത് പറയാം? സമ്പന്ന അവസ്ഥയിലാണ്, നിറവിലാണ്, കുറവില്ല. ഇനി അടുത്ത പരിഭാഷ ബാബ സഫല തപസ്യക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൻ്റെ ഓരോ പരിഭാഷയും പറയാം. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? നേരത്തെ എന്ത് പറഞ്ഞു? അപവിത്രത സമാപ്തം, അപവിത്രതയുടെ പേരുമടയാളമോ പോലും ഉണ്ടാവില്ല. അടുത്ത മഹാവാക്യം ബാബ പറയണേ, സഫല തപസ്യർത്ഥം സദാ സ്വതവേ, പവിത്രതയുടെ വ്യക്തിത്വവും റോയൽറ്റിയും ഓരോ വാക്കിലും കർമ്മത്തിലും ദൃഷ്ടിയിലും വൃത്തിയിലും അനുഭവമാക്കും. പവിത്രതയുടെ വ്യക്തിത്വം, അവരുടെ ബാബ പറഞ്ഞ റോയൽറ്റിയും അവരുടെ ഓരോ വാക്കിലും കർമ്മത്തിലും ദൃഷ്ടിയിലും വൃത്തിയിലും അനുഭവമാക്കും. പവിത്രത, ഇനി ബാബ എന്താ പവിത്രത പറയാണ്? പ്യൂരിറ്റി സിർഫ് ബ്രഹ്മചര്യ നഹീം. പവിത്രത എന്ന് പറഞ്ഞാൽ കേവലം ബ്രഹ്മചര്യം മാത്രമല്ല, സമ്പൂർണ്ണ പവിത്രത. അർത്ഥം സങ്കല്പത്തിൽ പോലും ഒരു വികാരവും തൊടുക പോലും ചെയ്യാതിരിക്കുക. എന്താ പറഞ്ഞ ബാബ? പവിത്രത കേവലം ബ്രഹ്മചര്യം മാത്രമല്ല, സമ്പൂർണ്ണ പവിത്രത. അർത്ഥം സങ്കല്പത്തിൽ പോലും ഒരു വികാരങ്ങളും അവരെ സ്പർശിക്കുക പോലും ചെയ്യില്ല. ജैसे ബ്രാഹ്മൺ ജീവൻ മേ, ബാബ പറയണേ ബ്രാഹ്മണ ജീവിതത്തില് ശാരീരിക ആകർഷണം, ശരീരത്തിൽ സ്പർശിക്കുന്നതിനെ അപവിത്രതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ ശാരീരിക സ്പർശനം വികെ ജീവിതത്തിൽ അപവിത്രതയായി കണക്കാക്കപ്പെടുന്നത് പോലെ മനസ്സും ബുദ്ധിയും ഏതെങ്കിലും വികാരത്തിൻ്റെ, അപ്പൊ പറഞ്ഞ മനസ്സിലും ബുദ്ധിയിലുമെങ്കിലും ഏതെങ്കിലും വികാരത്തിൻ്റെ സങ്കല്പത്തിലെങ്കിലും, ഏതെങ്കിലും വികാരം സങ്കല്പത്തിലെങ്കിലും ആകർഷിക്കുന്നുവെങ്കിൽ, അഥവാ സങ്കല്പം കൊണ്ടെങ്കിലും വികാരത്തെ മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് ടച്ച് ചെയ്യുന്നുവെങ്കിൽ, തൊടുന്നുവെങ്കിൽ, ഇതിനെയും അപവിത്രതയായി കണക്കാക്കപ്പെടും. പവിത്രതയുടെ വ്യക്തിത്വമുള്ളവർ, റോയൽറ്റി ഉള്ളവർ, മൻ ബുദ്ധി സെ ബി ഇസ് ബുറായിക്കോ, മനസ്സും ബുദ്ധി കൊണ്ട് പോലും ഈ മോശമായതിനെ തൊടുക പോലുമില്ല. പവിത്രതയുടെ വ്യക്തിത്വമുള്ളവർ മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് പോലും അശുദ്ധിയെ തൊടുക പോലുമില്ല. എന്തുകൊണ്ടെന്നാൽ അവരാണ് സഫല തപസ്വി, സമ്പൂർണ്ണ വൈഷ്ണവൻ. വൈഷ്ണവൻ ഒരിക്കലും മോശമായൊരു വസ്തുവിനെ തൊടുക പോലും ചെയ്യാത്തവരാണ്. അശുദ്ധിയെ തൊടാത്തവരുടെ പേരാണ് ആര്? വൈഷ്ണവൻ. ബാക്കി ബാബ പറയുന്ന ലോകത്തില് വൈഷ്ണവരുണ്ട്, സ്ഥൂല രൂപത്തില് അല്ലെ, ടച്ചിങ് ഒന്നും ചെയ്യില്ല. ആ ബ്രാഹ്മൺ വൈഷ്ണവ് ആത്മാവുങ്ക ഹേ സൂക്ഷം. പക്ഷെ ബാബുന് നിങ്ങൾ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ബാബ ഇവിടെ നിങ്ങളെ വൈഷ്ണവരെന്ന് വിളിക്കുന്നത് പുറമേ മാത്രം പോരാ, ശുദ്ധി എവിടെയും വേണം, അകത്തും. മനസ്സും ബുദ്ധിയും കൂടി സൂക്ഷ്മത്തിലും ശുദ്ധമായിരിക്കണം. ബുറായി കോ ടച്ച് ന കർണ യഹി തപസ്യ ഹൈ. ഇനി ബാബ ഷോർട്ട് ചെയ്യാണ്.
ചുരുക്കത്തിൽ എസൻസ് പറയണ ബാബ, അശുദ്ധിയെ തൊടുക പോലും ചെയ്യാതിരിക്കുക. ഇതിൻ്റെ പേരാണ് തപസ്യ. ധാരണ ചെയ്യുക, അർത്ഥം എടുക്കുക. ये तो बहुत मोटी बात है. ബാബ പറയണേ, അശുദ്ധിയെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. പക്ഷെ അശുദ്ധിയെ മനസ്സുബുദ്ധി കൊണ്ട് പോലും തൊടാതിരിക്കുക. ലേക്കിൻ സങ്കല്പ് മേ ഭി ടച്ച് നഹീ കർണ, സങ്കല്പം കൊണ്ട് പോലും അശുദ്ധിയെ തൊടാതിരിക്കുക. അവരുടെ പേരാണ് സത്യമായ വൈഷ്ണവർ. സിർഫ് യാദ് കെ സമയ യാദ് മേ രഹ്ന, ഇസ്കോ തപസ്യ നഹീ കഹ ജാതാ. ഓർമ്മയിലിരിക്കുമ്പോൾ ഓർമ്മ വരിക, യോഗത്തിനിരിക്കുമ്പോൾ ബാബയുടെ ഓർമ്മ വരിക. ബാബ പറഞ്ഞ ഇതിനെ മാത്രമല്ല തപസ്യ എന്ന് പറയാൻ. അതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് പറയാം ബാബ. കാരണം ഓർമ്മിക്കാനിരിക്കുമ്പോൾ ഓർമ്മ വരിക, അതാർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇരുന്ന് ധ്യാനം ചെയ്യുമ്പോൾ ഓർമ്മിക്കുക. ബാബ പിന്നെ അത് മാത്രമല്ല തപസ്യ. തപസ്യ അർത്ഥാത് പ്യൂരിറ്റി കെ പേഴ്സണാലിറ്റി. തപസ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇരുന്ന് ധ്യാനം ചെയ്യുന്ന ചിത്രം മാത്രം നമ്മുടെ മുന്നിൽ വരും. പക്ഷെ ബാബ ഈ ഒരു മാസം കൊണ്ട് ഓരോ സൺഡേ മുരളിയിലും തപസ്വി ആരാണെന്ന് പറഞ്ഞു തരികയാണ് അല്ലേ. കർമ്മയോഗി ജീവിതത്തെയാണ് ബാബ തപസ്വി ജീവിതം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിത ധാരണകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ദൃഷ്ടി എങ്ങനെയായിരിക്കണം, വൃത്തി എങ്ങനെയായിരിക്കണം, കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം, പെരുമാറ്റം എങ്ങനെയായിരിക്കണം അല്ലേ. അതാണ് ഓരോ സൺഡേ മുരളിയിലും ബാബ പറഞ്ഞു തന്നുകൊണ്ടിരിക്കണം. ഇനി ബാബ പറയണം, ആരാ തപസ്വി? പവിത്രതയുടെ വ്യക്തിത്വവും രാജകീയതയും സ്വയവും അനുഭവിക്കും, മറ്റുള്ളവർക്കും അവരിൽ നിന്ന് അനുഭവമാക്കും. സഫൽ തപസ്വി കാ അർത്ഥ ഹി ഹേ, സഫല തപസ്വിയുടെ അർത്ഥം തന്നെ വിശേഷ മഹാനാത്മാവായി മാറുക. വിശേഷ മഹാനാത്മാവായി മാറുക. विशेषात्माओं व महान आत्माओं को देश की व विश्व की पर्सनालिटीज कहते हैं. സാധാരണ ലോകത്തിൽ വിശേഷാത്മാക്കളെ, മഹാത്മാക്കളെ വിശ്വത്തിലെ വ്യക്തിത്വങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലേ. മഹാനാത്മാക്കളായി കണക്കാക്കപ്പെടാറുണ്ട്. പവിത്രത की पर्सनालिटी अर्थात हर कर्म में महानത. പവിത്രതയുള്ള വ്യക്തിത്വം അർത്ഥം ഓരോ കർമ്മത്തിലും മഹാനത ഉണ്ടാക്കണം. ബാബ പറയണേ, പവിത്രതയുള്ള വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഓരോ കർമ്മവും മഹത്തായതായിരിക്കണം, ഓരോ കർമ്മത്തിലും വിശേഷത കാണപ്പെടണം. പേഴ്സണാലിറ്റി അർത്ഥാത് വ്യക്തിത്വം അർത്ഥം സദാ സ്വയം കി ഓർ ഔരോं की सेवा में. ബാബ പറയണേ, പവിത്രതയുള്ള വ്യക്തിത്വം ആരായിരിക്കും? അവർ സ്വസേവനത്തിലും മറ്റുള്ളവരുടെ സേവനത്തിലും സദാ ബിസിയായിരിക്കും. അവർക്ക് ഒഴിവേ ഉണ്ടാവില്ലേ പറയാ ബാബ. സ്വസേവ, മറ്റുള്ളവരുടെ സേവനങ്ങളിൽ സദാ ബിസിയായിരിക്കും. അർത്ഥാത് അപ്പനി എനർജി സമയ സങ്കല്പ് വേസ്റ്റ് നഹീ ഗവാന. അവരൊരിക്കലും തൻ്റെ ഊർജവും സമയവും സങ്കല്പങ്ങളും പാഴാക്കി കളയില്ല, സഫലമാക്കും. അവരെയാണ് പറയുന്നത് വ്യക്തിത്വമുള്ളവർ, പേഴ്സണാലിറ്റി ഉള്ളവർ. पर्सनालिटी वाले कभी भी छोटी छोटी बातों में अपने मन बुद्धि को बिसी नहीं रखते हैं. ബാബ പറയണേ, പവിത്രതയുടെ വ്യക്തിത്വമുള്ള ആത്മാക്കള് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരിക്കലും അവരുടെ മനസ്സിനെയും ബുദ്ധിയെയും ബിസിയാക്കി വെക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരുടെ സമയം അവർ പാഴാക്കില്ലേ പറയാ ബാബ. तो अपवित्रता की बातें आप श्रेष्ठ आत्माओं के आगे छोटी है या बड़ी है? ഇനി ബാബ ചോദിക്കുന്നേ, അപവിത്രതയുടെ കാര്യങ്ങൾ താങ്കൾ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് മുന്നിൽ അത് ചെറുതാണോ വലുതാണോ? ബാബ നമുക്ക് മുന്നിൽ ചോദ്യം വിട്ടിരിക്കുക, ആൻസർ ചെയ്യാൻ. इसलिए तपस्वी अर्थात ऐसी बातों को सुनते हुए नहीं सुने. ബാബ പറയണേ, ആരാ തപസ്വി? അടുത്ത പരിഭാഷ, അങ്ങനെയുള്ള കാര്യം. എങ്ങനെയുള്ള കാര്യം? അശുദ്ധ കാര്യം, അപവിത്ര കാര്യങ്ങളെ കണ്ടിട്ടും കാണാതിരിക്കുന്നവർ. കാണേണ്ടി വരും, പക്ഷേ ബാബ പറയുന്ന അവരുടെ ഉള്ളിലേക്ക് അവർ ഒരഴുക്കും എടുക്കില്ല. ദേഖ്തേ ഹുയേ ഭി നഹീ ദേഖേ, കണ്ടിട്ടും കാണാതിരിക്കും. ഐസ അഭ്യാസ് കിയാ ഹെ, ഈ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഐസി തപസ്യ കീ ഹെ,
ഇങ്ങനെയുള്ള തപസ്യ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? യഹി സോച്തേ ഹോ, അതോ ബാബ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയാണോ വിചാരിക്കണേ? ബാബ ചാഹത്തെ തോ നഹി, ആഗ്രഹമില്ല, പക്ഷേ ലേക്കിൻ ദിഖായി ദേത്താ ഹെ, അശുദ്ധി കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ കണ്ണിൽ പെട്ടുപോകുന്നു. സുനായി ദേത്താ ഹെ, കേൾക്കണം എന്ന് ആഗ്രഹമില്ല, പക്ഷെ കാതിൽ വീണു പോണു. ജെസെ കൊയ് ചീസ് സെ ആപ്ക, ബാബ പറയണേ ഒരു വസ്തുവുമായി താങ്കൾക്കൊരു കണക്ഷനുമില്ലെങ്കിൽ ഉസ് ചീസ് കോ ദേഖ്തേ ഹുയേ നഹീ ദേഖ്തേ ഹോന, ബാബന് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഉപയോഗവുമില്ലാത്തൊരു കാര്യമാണെന്ന് കണ്ടാൽ നിങ്ങൾ ആ വസ്തുവിനെ നോക്കുക പോലും ചെയ്യില്ലല്ലോ. അപ്പൊ ബാബ പറയണേ ജैसे രാസ്തേ പർ ജാത്തേ ഹോ, എക്സാമ്പിൾ പറയാ ബാബ. അപ്പൊ വഴിയിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. കഹീം കുച്ച് ദിഖായി ദേത്താ ഹെ, വഴിയിൽ പല വഴിയോര കാഴ്ചകൾ ഉണ്ടാക്കാം. ലേക്കിൻ ആപ്കെ മത്ലബ് കി കോയി ബാത് നഹി, പക്ഷെ ആ സൈഡ് സീനുകളിലൊന്നും താങ്കൾക്കൊരു കാര്യവുമില്ലാത്തതാണെങ്കിൽ തോ ദേഖ്തേ ഹുയേ നഹി ദേഖേംഗെ, അപ്പൊ താങ്കൾ അതിനെയൊക്കെ എങ്ങനെ കാണുള്ളൂ? കണ്ടിട്ടും കാണാതിരിക്കും. അതേപോലെ ബാബനെ സൈഡ് സീൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ വിടുന്നില്ലേ, എടുക്കുന്നില്ലല്ലോ, നിങ്ങളുടെ ഉള്ളിൽ അതൊന്നും പതിയുന്നില്ലല്ലോ. ബാബ പറയണേ സൈഡ് സീൻ സമജ്കർ പാർലെങ്കെന്നാ, ബാബനെ അതെല്ലാം വഴിയോര കാഴ്ചകളെന്ന് പറഞ്ഞ് നിങ്ങൾ അല്ലേ തള്ളിവിടുന്നുണ്ടല്ലോ. ഐസെ ജോ പാത്തേ സുൻതേ ഹോ, അതേപോലെ എന്തശുദ്ധ കാര്യങ്ങൾ എവിടുന്ന് കാണേണ്ടി വരുന്നു, കേൾക്കേണ്ടി വരുന്നു. ആപ്കെ കാംകെ നഹി, താങ്കൾക്കത് ഉപയോഗമില്ലാത്തതാണെങ്കിൽ തോ സുൻതേ ഹുയേ ഭി നഹി സുനോ, അത് കേട്ടിട്ടും കേൾക്കാതിരിക്കണം. ദേഖ്തേ ഹുയേ നാ ദേഖോ, കണ്ടിട്ടും കാണാതിരിക്കണം. അഗർ മൻബുദ്ധി മേ ധാരൺ കിയാ കി ഏ ഐസേ ഹേ, മനസ്സിലും ബുദ്ധിയിലും നിങ്ങളിത് ധാരണ ചെയ്യുകയാണെങ്കിൽ ഓഹ് ഇവരിങ്ങനെയാണ്, അവരങ്ങനെയാണ്, കണ്ടില്ലേ. ബാബ പ്രണീസ്കോ കഹാ ജായേഗ വ്യർത്ഥ ബുരായിക്കോ ടച്ച് കിയ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയ ഇവരിങ്ങനെ ചെയ്തല്ലോ, അവരങ്ങനെ പറഞ്ഞല്ലോ, കണ്ടില്ലേ. ബാബ പറയണേ അപ്പോൾ നിങ്ങൾ വ്യർത്ഥത്തെ അഥവാ മോശമായതിനെ എന്ത് ചെയ്തു? മനസ്സും ബുദ്ധി കൊണ്ട് തൊട്ടു. അർത്ഥാത് സച്ചാ വൈഷ്ണവ് തൻ സമ്പൂർണ്ണ രൂപസെ നഹി, അങ്ങനെ മനസ്സുകൊണ്ട് തൊട്ടാൽ പോലും ബാബ പറയണ അഴുക്കിനെ തൊട്ട് ഉള്ളിലെടുത്തു അർത്ഥം നിങ്ങൾ സത്യമായ വൈഷ്ണവനല്ല, സമ്പൂർണ്ണ രൂപത്തിലല്ല. പ്യൂരിറ്റി കെ പേഴ്സണാലിറ്റി മേ പെർസെൻറ്റേജ് കം, അപ്പൊ എന്ത് സംഭവിക്കും? പവിത്രതയുടെ വ്യക്തിത്വത്തിൽ നിങ്ങളുടെ ശതമാനം പെർസെൻറ്റേജ് കുറയും. അർത്ഥാത് തപസ്യക്ക് പെർസെൻറ്റേജ് കം, അർത്ഥം എന്താ? തപസ്യയുടെ പെർസെൻറ്റേജ് കുറയും. തോ സംജാ തപസ്യ ക്യാ ഹേ? ബാബ ചോദിക്കുന്നു മനസ്സിലായോ മക്കളെ തപസ്യ എന്താണ്? ഇസ് വിധി സേ അപ്നെ ആപ്കോ ചെക്ക് കറോ, ഈ വിധിയിലൂടെ താങ്കളെ പരിശോധിക്കൂ. तपस्या वर्ष में तपस्या का प्रत्यक्ष स्वरूप प्यूरिटी की पर्सनालिटी अनुभव करते हो. ബാബ തപസ്യ വർഷമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ബാബ പറയണേ തപസ്യ വർഷത്തില് തപസ്യയുടെ പ്രത്യക്ഷ സ്വരൂപം ആയിരിക്കണം. ബാബ പറയണേ താങ്കളുടെ വ്യക്തിത്വം എങ്ങനെയായിരിക്കണം? പവിത്രതയുടെ വ്യക്തിത്വം. അതാണ് തപസ്യയുടെ വ്യക്തിത്വം. പേഴ്സണാലിറ്റി കബി ഛിപ് നഹി സക്ത. ബാബാപ്പന് അങ്ങനെയുള്ള പവിത്ര വ്യക്തിത്വമാണ് താങ്കളുടേതെങ്കിൽ ബാബാവിന് താങ്കളുടെ പവിത്രമായ വ്യക്തിത്വത്തിന് ഒരിക്കലും മറഞ്ഞിരിക്കാൻ കഴിയില്ല. അത് പുറത്തു വരുന്ന പറയണം ബാബ. പ്രത്യക്ഷ ദിഖായി സ്വരൂർ ദേത്തി ഹെ, തീർച്ചയായും അത് കാണപ്പെടുക തന്നെ ചെയ്യും. ജैसे സാകാർ ബ്രഹ്മ ബാബ് കോ ദേഖാ, ബാബ പറയണ ബ്രഹ്മ ബാബയെ സാകാരത്തിൽ കണ്ടിരുന്നില്ലേ? പവിത്രതയുടെ വ്യക്തിത്വം കിത്തനെ സ്പഷ്ട അനുഭവ കർത്തേ ഥേ, ബാബയിൽ എത്രത്തോളം സ്പഷ്ടമായ അനുഭവമായിരുന്നു. ഏ തപസ്യ കെ അനുഭവ കി നിശാനി അബ് ആപ് ദ്വാര നീ ബാബ ഹോംവർക്ക് തരാം. ഇതേ തപസ്യയുടെ അനുഭവം ബാബ പറയണേ താങ്കളിൽ നിന്ന് ബാബ പറയണേ മറ്റുള്ളവർക്ക് അനുഭവമാക്കണം. താങ്കളിൽ നിന്ന് മറ്റുള്ളവർക്ക് അനുഭവമാകണം. താങ്കളുടേത് പവിത്രമായ വ്യക്തിത്വമാണ്. സൂരത് ഓർ സീരത് ദോനോ ദ്വാര അനുഭവ കരാ സക്തേ ഹോ.
ബാബ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രൂപം കൊണ്ടും ഭാവം കൊണ്ടും പ്യൂരിറ്റിയെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയും. പവിത്രതയെ രൂപത്തിലും ഭാവത്തിലും സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും. അഭി ഭി കൈ ലോക അനുഭവ കർത്തേ ഭി ഹേ. ബാബ പറഞ്ഞു ഇപ്പോഴും നിങ്ങൾ കുട്ടികളിൽ നിന്ന് പല ആത്മാക്കൾക്കും നിങ്ങളുടെ പവിത്ര ജീവിതത്തിൻ്റെ തപസ്വി ജീവിതത്തിൻ്റെ വൈബ്രേഷൻ ബാബ പറയുന്ന അനുഭവമാകുന്നുണ്ട്. ലേക്കിൻ ഇസ് അനുഭവക്കോ ഓർ സ്വയം ദ്വാര ഔറോമേ ഫെലാവും. പക്ഷേ ബാബ പറഞ്ഞ ഇത്രയും പോരാ, ഇനിയും ധാരാളം ആത്മാക്കളിലേക്ക് ഇത് വ്യാപിപ്പിക്കണം. നിങ്ങളിൽ നിന്ന് അനേകർക്ക് ബാബ പറയണേ നിങ്ങളുടെ പവിത്ര തപസ്വി ജീവിതത്തിൻ്റെ വൈബ്രേഷൻ അനുഭവമാക്കണം. ഇന്ന് ആജ് പേഴ്സണാലിറ്റി കാ സുനായ ഫിർ റോയൽറ്റി കാ സുനായെങ്കിൽ ബാബ പറയുന്നത് ഇന്ന് ബാബ അല്ലേ വ്യക്തിത്വത്തെക്കുറിച്ച് കേൾപ്പിച്ച് പിന്നീട് ഒരിക്കൽ റോയൽറ്റിയെക്കുറിച്ച് രാജകീയതയെക്കുറിച്ച് കേൾപ്പിക്കാം. സഭി മിലൻ മനാനെ ആയി ഹോന. ബാബയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വന്നിരിക്കുകയല്ലേ എല്ലാ മക്കളും അല്ലേ. ഇന്ന് നിങ്ങളെല്ലാവരും എത്തിയത് അല്ലേ ബാബയുടെ ഒപ്പം മാത്രമല്ലല്ലോ. നമ്മുടെ സെക്യൂരിറ്റി സർവീസ് വിങ്ങിലെ ശിവശക്തി പണ്ഡവസേനയോടൊപ്പം കൂടിക്കാഴ്ചയ്ക്ക് വന്നിരിക്കുകയല്ലേ. അത് നമ്മുടെ ദീപക് ഭായ് സെക്യൂരിറ്റി സർവീസ് വിങ്ങിൻ്റെ ബാബയുടെ ഈ കാര്യത്തിൻ്റെ മെയിൻ കോർഡിനേറ്റർ ബദർ തന്നെ എത്തി. എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരുടെയും ദർശനം ബാബയുടെ മക്കൾക്ക് കിട്ടും. तो बाप दादा भी मिलन मनाने के लिए आप जैसे व्यक्त शरीर में आते हैं. അപ്പോൾ ബാബയും ബാബ പറയണേ കുട്ടികളുമായി കൂടിക്കാഴ്ചയ്ക്ക് അല്ലെ വ്യക്ത ശരീരത്തിലേക്ക് വരുന്നു. സമാൻ ബന്ന പെടുത്തായെന്ന അവന് സാക്കാരത്തിലെ സന്മുഖത്തിലെ മധുബനിലെ മിലനത്തിന് അവന് നിങ്ങൾ വരുമ്പോൾ ബാബയും എന്ത് ചെയ്യാണ്? ബാബയുടെ രഥത്തിൽ വരും. ആപ് സാക്കാർ മേ ഹോ തോ ബാബ കോ ഭി സാക്കാർ തൻ കാ ആധാർ ലേനാ പടുത്താ ഹെ. നിങ്ങൾ ബാബ പറയണേ ഈ ശരീരത്തിലിരിക്കുന്നത് കാരണം ബാബയ്ക്കും ഇതുപോലൊരു ശരീരത്തിൽ വരേണ്ടി വരികയാണ് നിങ്ങളുമായി മിലനം നടത്താൻ. ജैसे आपको व्यक्ति से अव्यक्त बनना है. പക്ഷേ ബാബ പറയണേ നിങ്ങൾക്കിനി എന്ത് ചെയ്യണം? വ്യക്തത്തിൽ നിന്ന് നോക്കൂ. എത്ര വർഷം മുമ്പ് ബാബ പറഞ്ഞു? 91 മുരളിയല്ലേ? 91 91 ബാബ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ബാബയെ പോലെ ബാബ പറയണേ ആപ് വൈസെ ആപ്കോ വ്യക്തി സെ അവ്യക്ത ബന്ന ഹെ. നിങ്ങൾക്ക് ഈ വ്യക്തബോധത്തിൽ നിന്ന് സാകാരബോധത്തിൽ നിന്ന് അവ്യക്ത ബോധത്തിലേക്ക് ഉണരണം. അവ്യക്തക്കോ വ്യക്ത ബന്ന ഹെ. ബാബ പറയണേ അവ്യക്തത്തിലിരിക്കുന്ന ബാബയെ വ്യക്തത്തിലേക്കാണോ കൊണ്ടുവരേണ്ടത് അതോ വ്യക്തത്തിലിരിക്കുന്ന നിങ്ങൾ അവ്യക്തത്തിലേക്കാണോ വരേണ്ടത്? കാരണം ലക്ഷ്യം നമ്മുടെ എന്താണ്? നമുക്കും എല്ലാവർക്കും അവ്യക്ത സ്വരൂപത്തിലേക്ക് പോകണം. കാരണം അതാണല്ലോ നമ്മുടെ സമ്പൂർണ്ണ സ്ഥിതി എന്ന് പറയണേ. അവ്യക്ത മലാഖമാരായി ബ്രഹ്മ ബാബയ്ക്ക് സമാനം. അതാണല്ലോ ഈ മാസത്തെ ഹോംവർക്ക് നടക്കണേ. ബാബയെ പോലെയാക്കുക. ബ്രഹ്മ ബാബയെ ആചരിക്കുന്നവരാണെങ്കിൽ ബാബ പറയണ നിങ്ങളും എന്ത് ചെയ്യണം? അവ്യക്ത സ്ഥിതിയിലേക്ക് വരും. കായദ കേത്താ ഹെ. നിയമം എന്താണ്? അവ്യക്തമാകണം. तो फिर അവ്യക്ത കോ ബാബ പറയണ വ്യക്തമേ ക്യോ ലാഗ്തേ ഹോ. ബാബ അന്നേ ചോദിക്കുകയാണ് അവ്യക്തത്തിലിരിക്കുന്ന എന്നെ എന്തിനാ നിങ്ങൾ ഇനിയും വ്യക്തത്തിലേക്ക് വിളിക്കുന്നത്? ജബ് ആപ്കോ ഭി. കാരണം നിങ്ങൾക്ക് അവ്യക്തത്തിലേക്ക് ഉയരണമെങ്കിൽ तो അവ്യക്ത കോ तो അവ്യക്ത ഹി രഹ്നെ ദോ നാ. ബാബ അന്നേ പറയാണ് അവ്യക്തത്തിലിരിക്കുന്ന എന്നെ അവ്യക്തത്തിൽ തന്നെ വിടൂ, വ്യക്തത്തിലേക്ക് വിളിക്കണ്ട, നിങ്ങൾ അങ്ങോട്ട് വരൂ പറയണ ബാബ. അവ്യക്ത സ്ഥിതിയിലേക്ക് ഉയരും. അവ്യക്ത മിലൻകെ അനുഭവക്കോ ബഠാത്തേ ചലോ. അപ്പൊ പറഞ്ഞു വരുന്നതിന്റെ സാരം എന്താണ്? അപ്പൊ പറയണ നിങ്ങൾ ഈ വ്യക്തബോധത്തിൽ നിന്ന് അവ്യക്ത ബോധത്തിന്റെ അവ്യക്ത സ്ഥിതിയുടെ അനുഭവം കൂടുതൽ ചെയ്യാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ പറയാ ബാബ. ശരീരബോധത്തിനുപരി ആത്മബോധത്തിലിരുന്നു കൊണ്ട് ആത്മാനുഭൂതിയും പരമാത്മാനുഭൂതിയും അല്ലേ ഈ വ്യക്തലോകത്തിലിരുന്നുകൊണ്ട് ചെയ്യാനുള്ള പ്രാക്ടീസ് മക്കൾ കൂടുതൽ ചെയ്യൂ. അവ്യക്ത भी ड्रामानुसार व्यक्त में आने के लिए बांधे हुए हैं. ബാബ പറയണ അവ്യക്തത്തിലിരിക്കുന്ന ബാബ ഡ്രാമ അനുസരിച്ച് വ്യക്തത്തിലേക്ക് വരാൻ ബാബ ബന്ധിതനാണ്. लेकिन समय प्रमाण सर्कमस्टेंसेस प्रमाण अव्यक्त मिलन का अनुभव बहुत काम में आने वाला है. അപ്പോൾ ബാബ അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു മക്കളെ ഇനി നിങ്ങൾക്ക് ദീർഘകാലം ഉപയോഗപ്പെടുന്നത് എന്തായിരിക്കും? ഇപ്പോഴത്തെ കാലഘട്ടവും സാഹചര്യങ്ങളും അനുസരിച്ച്
ഡ്രാമയുടെ നിയമം അനുസരിച്ച് ബാബ പറയണേ അവ്യക്ത മിലനത്തിൻ്റെ അനുഭവമാണ് നിങ്ങൾക്ക് ഇനി കൂടുതൽ ഉപയോഗപ്പെടുക. ബാബ ഇങ്ങോട്ട് വരുന്ന അനുഭവമല്ല. അപ്പം നിങ്ങൾ അവ്യക്ത സ്ഥിതിയിലിരുന്ന് ഭഗവാനുമായി കൂടിക്കാഴ്ച നടത്തുന്ന അനുഭവമാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗത്തിൽ വരിക. इसलिए इस अनुभव को इतना स्पष्ट और सहज करते जाओ. അപ്പോൾ ബാബയുടെ ഇന്നത്തെ മുരളിയുടെ മുഴുവൻ എസെൻസ് എന്താണ്? ഈ അവ്യക്ത സ്ഥിതിയുടെ അനുഭവം നിങ്ങൾക്ക് കൂടുതൽ സ്പഷ്ടവും സഹജവുമായി മാറട്ടെ. जो समय पर अव्यक्त मिलन साकार समान ही अनुभव हो. അതല്ലേ ബാബ പറയണേ, അങ്ങനെ അവ്യക്ത മിലനം അവന് സാകാര മിലന സമാനമായി മാറണം. ബാബ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ബാബ പറയണേ, അതേപോലെ ഇനി അവ്യക്ത കൂടിക്കാഴ്ച നടക്കും. समझा? उस समय ऐसे नहीं कहना कि हमको तो अव्यक्त से व्यक्त में मिलने की आदत है. ബാബ പറയണേ, ബാബയുമായിട്ടുള്ള അവ്യക്ത മിലനം അല്ലെ. ഇപ്പം നോക്കൂ, 2018 ശേഷം അവ്യക്ത മിലനല്ലേ ഉള്ളൂ. അപ്പൊ ബാബ പറയാണ്, മക്കളെ അവ്യക്ത മിലനത്തിന്റെ സമയത്ത് പിന്നെ നിങ്ങൾ പറയരുത് ബാബയോട്, ബാബ വ്യക്തത്തില് ബാബയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശീലം എനിക്കുള്ളൂ, അവ്യക്തത്തിൽ വരാൻ എനിക്ക് പറ്റണില്ല. ജൈസാ സമയ വൈസേ മിലൻ മനാസക്തി ഹോ. സമയത്തിനനുസരിച്ച് ഭഗവാനുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ വിധി മാറും. ആ മാറുന്ന വിധിക്കനുസരിച്ച് ബാബ പറയുന്നത് നിങ്ങൾക്കും മാറേണ്ടി വരും. സംജ ജോ ബി ജഹാൻ സെ ബി ആയേ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ എൻ്റെ മക്കൾ എവിടുന്ന് വന്നവരാണെങ്കിലും എല്ലാവരും, ബാബ പറയണേ സബി മധുബൻ നിവാസി ഹോ, നിങ്ങളെല്ലാവരും മധുബൻ നിവാസി കുട്ടികളാണ്. ബാബ പറയണേ നമ്മുടെ തറവാട് വീട് ഏതാണ്? മധുബനാണ്. ദീപക് ഭായ് മധുബൻ എന്ന് വന്നിരിക്കുകയാണ്, മധുബൻ്റെ വൈബ്രേഷൻ നമുക്ക് തരാൻ. പക്ഷെ ബാബ പറയണേ നിങ്ങളെല്ലാവരും എവിടെയാണെങ്കിലും നമ്മുടെ തറവാട് മധുബനാണ്. അല്ലാതെ ബാബ പറയണേ ഒറീസക്കാര്, മഹാരാഷ്ട്രക്കാര്, ഇന്നാള്. ബാബ പറയണേ ഇതല്ല നിങ്ങളുടെ ഒറിജിനൽ തോ മധുബൻ നിവാസി ഹോ. മക്കളെല്ലാം, ബാബയുടെ മക്കളെല്ലാം ബാബ പറയണേ മധുബൻ നിവാസികളാണ്. സേവാസ്ഥാൻ पर गए हो इसलिए सेवास्थान को मेरा यही स्थान है ये कभी भी नहीं समझना. ബാക്കി ബാബ പറയണേ ഇപ്പം നിങ്ങൾ എവിടെ താമസിക്കുന്നു, എവിടാണോ നിങ്ങളുടെ സെന്റർ, ബാബ പറഞ്ഞ ഇതെല്ലാം എന്തുമാത്രമാണ്? ജീവിക്കുന്ന സ്ഥലം, വന്നു പോകുന്ന സേവാസ്ഥാനം, ഇതെല്ലാം ബാബ പറയണേ കേവലം നിങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി ബാബ തന്നിരിക്കുന്ന കർമ്മഭൂമികൾ മാത്രമാണ്. അതാണ് വീടെന്ന് വിചാരിക്കേണ്ട പറയാ ബാബ, സ്ഥലമൊന്നും വിചാരിക്കേണ്ട. സ്വന്തം സ്ഥലം നമ്മുടെ എല്ലാം ഏതാണ്? മധുബനമാണ്. കൈ ബच्चे इसे कहते हैं इसको चेंज करो तो कहते नहीं हमको पंजाब में उड़ीसा में नहीं भेजो. അവന് ബാബ കുട്ടികളെ മാറ്റുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറേണ്ടി വരിക. അപ്പൊ ബാബയുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെയാണല്ലോ, സെന്റർ ടു സെന്റർ, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് മാറേണ്ടി വരും. ചില ബാബയുടെ മക്കൾക്കും ജോലിക്കാരിയാർത്ഥം പല കാരണങ്ങളാൽ അല്ലെ സ്വന്തം നാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ബാബന് ചിലർക്ക് അപ്പൊ ഫീലിംഗ് ആണ് മാറ്റങ്ങൾ. സ്ഥലം മാറുമ്പോൾ എന്ത് തോന്നും ചിലർക്ക്, അയ്യോ ഞാൻ പഞ്ചാബിലെ, എന്നെ എന്തിനാ ഒറീസിലേക്ക് വിടുന്നേ, ഇങ്ങനെയുള്ള ഫീലിംഗ് ചിലർക്ക് വരാറുണ്ട്. അപ്പൊ ബാബ പറയണേ ഒറിജിനലി നിങ്ങൾ പഞ്ചാബിലെ ആണോ ഒറീസയിലെ ആണോ അല്ലേ, കേരളക്കാരും തമിഴ്നാട്ടുകാരും ഒന്നും അല്ല, നമ്മളെല്ലാം ബാബ പറഞ്ഞ ഒറിജിനലി എവിടുത്തേതാണ്? മധുബൻ കെ. फिर क्यों कहते हो हम पंजाब के हैं तो पंजाब में भी भेजे, गुजरात के हैं तो गुजरात में ही भेजो. ബാബ പറയണ അതുകൊണ്ട് ബാബയുടെ മക്കൾ ഒരിക്കലും പറയാൻ പാടില്ല, ബാബ എൻ്റെ നാട് പഞ്ചാബാണ് അതുകൊണ്ട് എന്നെ പഞ്ചാബിൽ തന്നെ ഇരുത്തണേ, അല്ലെങ്കിൽ ഞാൻ ഗുജറാത്തിലെയാണ് അതുകൊണ്ട് എന്നെ അവിടെ തന്നെ ഇരുത്തണേ. ബാബ പറയണേ ചേഞ്ച് ഹോനെ മേ തയ്യാർ ഹോ. മാറ്റത്തിന് മക്കൾ തയ്യാറാണോ? ടീച്ചേഴ്സ് എല്ലാവരും തയ്യാറാണോ? ആരെ എവിടെ വേണമെങ്കിലും ബാബ വിടട്ടെ. देखो दादी सभी को സർട്ടിഫിക്കറ്റ് നാ ദേ രഹി ഹെ. അപ്പൊ ദാദിയോട് ചോദിച്ചു ബാബ ആരെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വിടട്ടെ. അപ്പൊ ദാദി പറഞ്ഞില്ല, ഇവരിപ്പോഴും അതിന് തയ്യാറായിട്ടില്ല. അച്ഛാ എബി ഏപ്രിൽ മേ കരേങ്കെ. ബാബ പറഞ്ഞു ഏപ്രിൽ ആകുമ്പോഴേക്കും. അപ്പൊ ബാബ വന്നതിന് ശേഷം ബാബ പറഞ്ഞു ഏപ്രിൽ ആകട്ടെ, അപ്പോഴേക്ക് ബാബ എല്ലാവരെയും മാറ്റും. ചേഞ്ച് ആകുന്നതിന് തയ്യാറാക്കണം. വഹി മിലൻ മിൽനെ ആവേ.
ബാബ പറയണേ, മാറാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾ മാത്രം എന്നെ കാണാൻ വന്നാൽ മതി അടുത്ത മിലനത്തിന്. സെന്റർ पर जाकर सोचेंगे यदि नहीं रहेंगे कि इसका क्या होगा, मेरा क्या होगा. ബാക്കി ബാബ പറയണേ, മധുബനിൽ നിന്ന് അവരവരുടെ സെന്ററിൽ പോയിട്ട് പിന്നെ പറയരുത്, അയ്യോ ഇവിടുന്ന് നമുക്ക് ആ രാജ്യത്ത് ആ സ്റ്റേറ്റിൽ പോകേണ്ടി വരും, അവിടെ പോയി സേവ ചെയ്യേണ്ടി വരും, അവിടെ പോയി ജീവിക്കേണ്ടി വരും, നമ്മളെ കൊണ്ട് പറ്റുമോ? ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. थोड़ा बहुत कुछ किनारा भी करेंगे. ബാബ പറയണേ, കുറച്ചൊക്കെ ബാബ പറയണേ ബാബ മാറ്റും. ബാപ് ദാദാസെ തപസ്യക്ക് പ്രൈസ് ലേനാ ചാഹത്തെ ഹോ. നിങ്ങൾക്ക് ബാപ് ദാദയിൽ നിന്ന് തപസ്വി എന്ന ബാബ പറയുന്ന സമ്മാനം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബാപ് ദാദാക്കു തപസ്യക്ക് പ്രൈസ് ദേനാ ബി ചാഹത്തെ ഹോ. ബാബ പറയണേ, നിങ്ങൾ ബാപ് ദാദയ്ക്ക് ഞാൻ തപസ്വിയാണെന്ന് ബാബ പറയണേ സർട്ടിഫിക്കറ്റ് ബാബയ്ക്ക് നിങ്ങൾ കൊടുക്കാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ സമ്മാനം ബാബയ്ക്ക് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബാബ പറയണേ എന്ത് വേണം? സഭി സെന്റർ സേ സറണ്ടർ ഹോക്കറാന. ബാബ പറയണേ, നിങ്ങൾ മധുബനിലേക്ക് വരുമ്പോൾ തന്നെ, നിങ്ങൾ നിങ്ങളുടെ സേവാ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ സമർപ്പണ മനസ്സോടെ ബാബയുടെ അടുത്ത് വരാം. ബാബ എന്നെ ഇവിടുന്ന് എവിടേക്ക് വിടുന്നു അവിടേക്ക് പോകാൻ ഞാൻ തയ്യാറാണ്. നയേ മക്കാൻമേ ആസക്തി ഹേ ക്യാ? ബാബ പറയണേ, പുതിയ പുതിയ കെട്ടിടം, സ്വന്തം വീട് പുതിയതാണ് അല്ലെങ്കിൽ സെന്റർ പുതിയതാണെങ്കിൽ ആ പുതിയ കെട്ടിടങ്ങളോട് ആസക്തി ഉണ്ടോ ചോദിക്കുക ബാബ നിങ്ങൾക്ക്. അയ്യോ, ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ വീട്, ഈ വീട് വിട്ടിട്ട് എങ്ങനെ പോവുക? എൻ്റെ സെന്റർ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, ഈ സെന്ററിൽ നിന്ന് എങ്ങനെ പോകും? ജഹാ മേരാപ്പൻ ഹേ വഹൻ തപസ്യ കിസ്കോ കഹ ജായേഗ. ബാബ ചോദിക്കണം, അങ്ങനെ എൻ്റെന്ന് നിങ്ങൾക്ക് ബിൽഡിങ്ങിനോട്, കെട്ടിടങ്ങളോട് ബാബ പറയണേ ഇപ്രകാരം വന്നാൽ, ബാബ പറയണേ എൻ്റേത് വന്നാൽ പിന്നെ നിങ്ങളെ ആര് തപസ്യ എന്ന് വിളിക്കുന്നു ചോദിക്കുക ബാബ. തപസ്യ അർത്ഥാത് തേര. ആരാ തപസ്വി? അടുത്ത സുന്ദരമായ ഒറ്റ വാക്കിൽ ബാബ പറയാ. എന്താ പറഞ്ഞേ? തപസ്വി ആരാണ്? എല്ലാം ബാബയുടേത്, ബാബയുടേത്, ബാബയുടേത്. ഈ മനോഭാവത്തിൽ ആര് ജീവിക്കണം? അവരാണ് ആര്? തപസ്വി. തപസ്യ അർത്ഥാത് തേര. തപസ്യ ഭംഗ് ഹൊന്ന. ബാബ പറയണേ, ബാബയുടേതെന്ന് മാറി മേരാ എൻ്റേതെന്ന് വന്നു അർത്ഥം. ബാബന് അവിടെ തപസ്യ എന്ത് ചെയ്യപ്പെട്ടു? ഭംഗിക്കപ്പെട്ടു, ലംഘിക്കപ്പെട്ടു. ബാബന് അവരെ തപസ്യ എന്ന് പറയില്ല. എൻ്റേതെന്ന മനോഭാവം വന്നാൽ സംജാ ഏതോ സബ് छोटी छोटी टीचर से कहेंगे हर्जन नहीं यहाँ से वहाँ हो जाएगी. അപ്പൊ ബാബയുടെ മുന്നിൽ ചെറിയ സിസ്റ്റേഴ്സ് ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ ബാബ പറഞ്ഞു, നോക്കൂ, ഈ ചെറിയ ചെറിയ സഹോദരിമാരോട് ബാബ എവിടെ പോകാൻ പറഞ്ഞാലും അവര് ഉടനെ ഹാം ബാബ, ബാബ എവിടെ വിടുന്നോ അവിടേക്ക് പോകാൻ പറയും. പക്ഷെ മുതിർന്നവരോട് പറഞ്ഞാൽ ബാബ പറയണേ ബഡോങ്കോ തോടാ സൂചനപ്പെടുത്തേ. ബാബ പറഞ്ഞു, മുതിർന്നവരാകുമ്പോൾ കുറച്ച് ചിന്തിക്കാൻ തുടങ്ങും. ജോ സെന്റർ पर आने वाले हैं वो भी सोचते होंगे हमारी टीचर चली जाएगी. ബാബ പറയണേ, നിങ്ങളുടെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ സെന്റർ വരുന്ന ഈശ്വരീയ വിദ്യാർത്ഥികൾ ചിന്തിക്കോ, അയ്യോ ബാബ ഞങ്ങളുടെ ടീച്ചറിനെ മാറ്റിയോ, ഇത് ഞങ്ങളുടെ സിസ്റ്റർ അല്ലേ, ഞങ്ങളുടെ സിസ്റ്ററെ മാറ്റിയോ? तो आप सभी भी എവർ റെഡി ഹോ. ബാബ പറയണം, നിങ്ങളുടെ സിസ്റ്റേഴ്സിനെ, നിങ്ങളുടെ സിസ്റ്ററെ ബാബ മാറ്റി വേറൊരു സ്റ്റേറ്റിലേക്ക് വിടുകയാണ്. ബാബ പറയണേ, നിങ്ങളെല്ലാം റെഡിയാണോ? അക്സെപ്റ്റ് ചെയ്യോ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾക്ക് വേറെ സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് തരും ബാബ. ബാബ പറയണേ, അത്ര പോലും ബാബ പറഞ്ഞ ഇത് എൻ്റെ സിസ്റ്ററാണ്, ഞങ്ങളുടെ സിസ്റ്ററാണ്, ഇത് ഞങ്ങളുടെ സെന്ററാണ്. ബാബ പറഞ്ഞ ഈ മോഹം പോലും നിങ്ങളുടെ ഉള്ളിൽ പാടില്ല. तो कोई भी कहाँ भी चली जाए. ബാബന് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം? ആരെ ബാബ എങ്ങോട്ട് മാറ്റിയാൽ അതൊന്നും എൻ്റെ മനസ്സിനെ ബാധിക്കില്ല. കാരണം ഇത് ബാബയുടെ കാര്യമാണ്, ഞാൻ ബാബയുടെ കുട്ടിയാണ്, എൻ്റെ കണക്ഷൻ ബാബയുമായിട്ടാണ്, ഭഗവാനുമായിട്ടാണ്, ഒരു ദേഹധാരിയുമായിട്ടല്ല. ബാബന് ഇത്രത്തോളം ബാബയിൽ നിങ്ങൾ തൂങ്ങിയിട്ടുണ്ടോ ചോദിക്കുക ബാബ. जो समझते कि कोई भी टीचर मिले उसमें राशि है वो हाथ उठा. എൻ്റെ ബാബ പറഞ്ഞു, ശരി, നിങ്ങൾ ആരിങ്ങനെയുണ്ട് ബാബ, ആര് സഹോദരിമാരെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നാലും ബാബ ആരെ തരുന്നോ അവരാണ് ഞങ്ങൾക്ക് നിമിത്താത്മാവ്, ഞങ്ങൾ അവരെ സ്വീകരിക്കാം, ഞങ്ങളതിൽ സംപ്രീതരാണ്, സന്തുഷ്ടരാണ്. അങ്ങനെയുള്ള കുട്ടികളെ കൈ ഉയർത്തോ പറഞ്ഞു ബാബ. ആരുടെയും കൈ ഉയർന്നില്ലല്ലോ, കൈ ഉയർത്തണ്ടേ? അത് ചിന്ത വരുമോ, അയ്യോ ഞങ്ങളുടെ സിസ്റ്റർ പോയി. കൊയ് ബി ടീച്ചർ മിലേ ബാപ് ദാദാ ചിമേവാർ ഹൈ. ബാബ പറയണേ, നിങ്ങൾക്ക് നിമിത്ത സഹോദരി ആരായിക്കോട്ടെ, പക്ഷെ ബാബനെ നിങ്ങളുടെ ലൈഫിന്റെ ഉത്തരവാദിത്വം, നിങ്ങളുടെ ബ്രാഹ്മണ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ബാബയ്ക്കാണ്.
ബാപ്പ് ദാദയ്ക്കാണ്. പിന്നെ അടുത്തതാരാ? ദാദി ദീദി ജിമ്മേവാർ ഹെ. നമ്മുടെ മുഖ്യ നിമിത്താത്മാക്കള് നമ്മുടെ ദാദി ദീദിമാര്, മുതിർന്നവരാണ്, പൂർവികരാണ്. ബാബ പറയുന്ന നമ്മുടെ ഉത്തരവാദികള്. അഭി എഭി. എന്നിട്ട് ബാബ പറഞ്ഞു ശരി, എന്നിട്ട് നിങ്ങൾ കൈ ഉയർത്താൻ പറഞ്ഞു. ബാബ ആരെ വേണമെങ്കിലും മാറ്റിക്കോട്ടെ, നിങ്ങൾ കൈ ഉയർത്തുന്നത് ബാബ പിന്നെ ബാബ ഫോട്ടോ എടുത്ത് വെക്കും. നിങ്ങൾ ബാബ ചോദിച്ചപ്പോൾ അന്ന് കൈപൊക്കിയില്ലേ, ഇപ്പൊ ഞാൻ മാറ്റിക്കഴിയുമ്പോൾ എന്തിനാ നിങ്ങൾ ഫീൽ ചെയ്യണെന്ന് ബാബയ്ക്ക് ചോദിക്കണ്ടേ? ബാബ പിന്നെ ഞാൻ ഫോട്ടോ എടുത്ത് വെക്കണുണ്ട്. അന്തിം പേപ്പർ കാ ക്വസ്റ്റ്യൻ യഹി ആനാ ഹെ. എന്തുകൊണ്ടാ ബാബ ഇത് പറയണേ? നിങ്ങൾക്ക് വരാൻ പോകുന്ന ലാസ്റ്റ് ടെസ്റ്റ് പേപ്പർ ഇതാണ് പറയാ ബാബ. ഏതാ പേപ്പർ ലാസ്റ്റ് ബ്രദർ? ഏതാ ലാസ്റ്റ് പേപ്പർ? നിഷ്ഠോ മുഖ സ്മൃതി സ്വരൂപ്. तो अंतिम पेपर के लिए तो सभी को तैयार होना ही है. ബാബ പറയണേ അവസാന പേപ്പറിന് വേണ്ടി എല്ലാവർക്കും തയ്യാറെടുക്കണം. റിഹേഴ്സൽ കരേങ്കെ, റിഹേഴ്സലും ഉണ്ടാക്കും. ബാബ പറയുന്ന സോണൽ ഹെഡുകളെ പോലും ബാബ മാറ്റും. ബാബ പറഞ്ഞു പിന്നല്ലേ ബാക്കിയുള്ളവരുടെ കാര്യം. പാണ്ഡവും കൂടി ചേഞ്ച് കരേങ്കെ, ഭായിമാരെയും മാറ്റും. ആപ്കാ ഹെഹി ക്യാ? ബാബ ചോദിക്കണേ പിന്നെ നിങ്ങൾക്ക് എന്താ ഉള്ളേ, നിങ്ങളുടെ എന്താ ഉള്ളേ ചോദിക്കുക ബാബ. ബാപ് ദാദാനെ ദിയ ഓർ ബാപ് ദാദാനെ ലിയ. ബാബ തന്നു, ബാബ എടുക്കണം. ബാബയുടേതല്ലേ എല്ലാം. സെന്ററും നിമിത്തായവരും ബാബ, പിന്നെ സഹോദരിമാരും സഹോദരന്മാരും എല്ലാം ബാബയുടേതാണ്. അച്ഛാ അഭി എവർ റെഡി ഹേ, ഇസ്ലിയെ അഭി സിർഫ് ഹാത്ത് ഉഠാനെ കി മുബാരക്. അപ്പൊ ആരൊക്കെ കൈ ഉയർത്തിയോ? ബാബ പറഞ്ഞു ഇത്രത്തോളം എവർ റെഡിയായി കൈ ഉയർത്തിയ കുട്ടികൾക്ക് ബാബയുടെ ആശംസകൾ. ചാരവും മുറുക്കെ. അച്ഛാ ബാബ പറയുന്ന നാനാഭാഗത്തുമുള്ള സഫൽ തപസ്വി ആത്മാവും, സഫല തപസ്വി ആത്മാക്കൾക്ക് സദാ പ്യൂരിറ്റിക്ക് പേഴ്സണാലിറ്റിനെ രഹ്നെ വാലെ, സദാ പവിത്രതയുടെ വ്യക്തിത്വത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് സദാ പ്യൂരിറ്റിക്ക് റോയൽറ്റി മേ രഹ്നെ വാലെ, പവിത്രതയുടെ റോയൽറ്റിയുള്ള മക്കൾക്ക് സദാ സച്ചേ സമ്പൂർൺ വൈഷ്ണവാത്മായെ, സദാ സത്യമായ സമ്പൂർണ്ണ വൈഷ്ണവരായ ആത്മാക്കൾ सदा समय प्रमाण स्वयं को परिवर्तन करने वाले विश्व परिवर्तक. സമയത്തനുസരിച്ച് ഏത് സമയത്ത് എങ്ങോട്ട് എങ്ങനെ ചേഞ്ച് ആകണമോ അങ്ങനെ പരിവർത്തനപ്പെടാൻ തയ്യാറാകുന്ന വിശ്വപരിവർത്തകരായ മക്കൾക്ക് ഐസേ സദായോഗി, സഹജയോഗി, സ്വതഹേ യോഗി, സദായോഗി, സഹജയോഗി, സ്വതവേ യോഗി ആയ മഹാനാത്മാവുകോ, മഹാനാത്മാക്കൾക്ക് ബാപ് ദാദാ കാ യാദ് പ്യാർ ഓർ നമസ്തേ. ബാപ് ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരം. ബാപ് ദാദയ്ക്കും സ്നേഹസ്മരണകളും നമസ്കാരം.